ആ എടുത്ത വീഡിയോൻ്റെ ബാക്കിയാണ് ഈ വീഡിയോ. ഇതാണ്ടോ 5 കിലോമീറ്ററിൻ്റെ ബാക്കി വീഡിയോ ആണ് ഈ വീഡിയോ. ബ്ലോക്കായി കിടക്കണം. ഈ ബ്ലോക്കാണ്, മുഴുവൻ ബ്ലോക്കാണ്. ഇനി ബാക്കിയുള്ളതും കൂടി കാണിച്ചു തരാം. എടുത്തതിൻ്റെ ബാക്കി വീഡിയോ ആണ്. വണ്ടി ഇളകാൻ തുടങ്ങിയുള്ളത്. ഇതാണ്ടില്ലേ, ആയിരക്കണക്കിന് 10,000 വാഹനങ്ങളാണ് ഇങ്ങനെ ബ്ലോക്കായി കിടക്കുന്നത്. ഞാൻ എടുത്തതിൻ്റെ ബാക്കി വീഡിയോ ആണിത്. പതുക്കെ ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് 7 കിലോമീറ്റർ ബ്ലോക്കാണിത്. ആംബുലൻസ് പോലും ബ്ലോക്കായി നിൽക്കുകയാണ്. ആംബുലൻസ് ബ്ലോക്കായി നിൽക്കുന്നത്. ഇതാണല്ലേ നമ്മുടെ റോഡിൻ്റെ അവസ്ഥയാണ്, ഹൈവേൻ്റെ അവസ്ഥയാണ്. റോഡ് മൊത്തം ബ്ലോക്കാണ്. റോഡ് മൊത്തം ബ്ലോക്കാണ്. ആംബുലൻസിൻ്റെ അവസ്ഥയാണ്. ഇല്ല, മൊത്തം ബ്ലോക്കാണ്. ഞാൻ രണ്ടാമത്തെ വീഡിയോ ആണ് ഈ ഇട്ടത്. ഈ ഒറ്റ ബ്ലോക്കിൽ ഏഴ് കിലോമീറ്റർ. ഏഴ് കിലോമീറ്ററിൽ കൂടുതലായിപ്പോൾ. കേരളത്തിൻ്റെ അവസ്ഥയാണ്. അമേരിക്കനേക്കാളും വലിയ വികസനം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പല വാർത്താ സമ്മേളനങ്ങളിലും പറഞ്ഞ് ചിരിച്ചൊരു സംഭവമാണ് ഈ കാണുന്നത്. അമേരിക്കയിലെ ജനങ്ങൾ നാണിച്ചു പോകും ഈ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ. ഇവിടെ ഈ പറയണതിനൊരു പരിമിതി വേണ്ട. ഏതാണ്ടില്ലേ, ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. പതുക്കെ ഉരുണ്ട് നീങ്ങി പോവുകയാണ് വാഹനങ്ങൾ.
7 കിലോമീറ്റർ വീട് ലെങ്ത്ത് കൂടും. അപ്പോൾ ഇനിയുണ്ട് വാഹനങ്ങൾ ആയിരക്കണക്കിന്. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. ഇനിയുണ്ട് ആയിരക്കണക്കിനുണ്ട്. പൊക്കി കാണിച്ചു തരാം. കണ്ടില്ലേ, ഇനി ആയിരക്കണക്കിന്, 1000 അല്ല 10000കണക്കിന് വാഹനങ്ങളാണ് മൊത്തത്തിൽ ബ്ലോക്കായി നിൽക്കുന്നത്. ഉരുണ്ട് നീങ്ങി പോവാണ്. എല്ലാം ബ്ലോക്ക്. ബ്ലോക്കായി സ്റ്റോപ്പായി. എല്ലാം സ്റ്റോപ്പ് ചെയ്താണ്. 10000കണക്കിന് വാഹനങ്ങളാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മുടെ നാട് ഭരിച്ച് നാരായണക്കല്ലാക്കിയ അവസ്ഥയാണ് ഈ അവസ്ഥ. അതാണ്ടില്ല, ഹൈവേൻ്റെ അവസ്ഥയാണ് ഇതാ. പാവപ്പെട്ട ലോറി തൊഴിലാളികളുടെ അവസ്ഥയാണ് ഈ ബ്ലോക്കായ അവസ്ഥ. KSRTC ഡ്രൈവർമാർ, ലോറിക്കാർ, ബാംഗ്ലൂർ മുതൽ തിരുവനന്തപുരം, മദ്രാസ്, കൊച്ചി, ഇവിടെ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന കാറിലെ പാവപ്പെട്ട ഡ്രൈവർമാരുടെ അവസ്ഥയാണ് ഈ ബ്ലോക്ക്. ഇതാണ്ടില്ലേ ഈ അവസ്ഥ. അപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്താം. നന്ദി, നമസ്കാരം.